നമ്മളിനി വയനാട്ടിലേക്കാണ്. അവിടെ പുലി ഭീതിയുണ്ട്. ബത്തേരിയിലും പുൽപ്പള്ളി മുള്ളൻകുലിയിലുമാണ് പുലിയുടെ സാന്നിധ്യം ഉള്ളത്. ബത്തേരി നഗരത്തെ ഭീതിയിലാഴ്ത്തിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ ഒടുവിൽ തീരുമാനമായിട്ടുണ്ട്. നഗരസഭയിലെ ജനപ്രതിനിധികളുടെയും CPIM UDF പ്രവർത്തകരുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് ഈ തീരുമാനം. കോട്ടക്കുന്ന് പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യമുള്ളത്. മുള്ളൻകൊല്ലി, മരക്കടവ്, കബനിഗിരി പ്രദേശത്താണ് പുലി ഇറങ്ങിയത്. പുലി നായയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പ്രദേശത്ത് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. പട്ടി കരയുന്ന ശബ്ദം കൊണ്ടൊന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് അകത്തുനിന്ന് ലൈറ്റ് ഇട്ടതും പുലി ഓടുന്നു കൊണ്ടുപോയി. അപ്പം പട്ടിയുടെ കരച്ചിൽ കേട്ടോണ്ടാണ് ഇറങ്ങി വന്നിട്ട് ഒരു സെക്കൻഡ് മാറിയാൽ കൊന്നേനെ. എല്ലാം കയറി ഇറങ്ങി നടന്ന് നേരെ അക്കരക്കുന്ന്. ഇന്നലെ അക്കരക്കുന്നതിൽ കയറി. അക്കരക്കുന്ന ഒരു പശുവിനെ പിടിച്ചിട്ട് അവർ ഫോറസ്റ്റുകാർ ഏർപ്പാടാക്കി. അവിടെ നിന്ന് നേരെ അവിടെ നിന്ന് പടക്കം പൊട്ടിച്ച് നേരെ പള്ളിപ്പുറം സ്റ്റീഫൻ്റെ വീട്ടിൽ ഇന്ന് വെളുപ്പിന് 3 മണിക്ക് 12 മണിയായപ്പോൾ അവരെ പട്ടീനെ പിടിച്ച് പട്ടി ചത്തിട്ടില്ല. അവിടെ ഫോറസ്റ്റുകാരെ വന്ന് വിളിച്ച് അവർ വന്നിട്ട് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പൻ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ. സുർജിത്ത്, DF ഓഫീസിലേക്കുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു വനംവകുപ്പ് ഇപ്പോൾ? സുർജിത്ത്, ഇന്ന് വൈകിട്ട് 3:45 കൂടി കൂട് സ്ഥാപിക്കുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് വനം വകുപ്പിൽ നിന്ന് ലഭ്യമാവുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. പുലി ആരോഗ്യമുള്ള പുലിയെങ്കിൽ അതിനെ കാട്ടിൽ മറ്റേതെങ്കിലും മേഖലയിൽ തുറന്നു വിടുക എന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്കാകും വനം വകുപ്പ് എത്തുക. ഉത്തരവിലും ഇക്കാര്യം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ഇന്നലെ രാത്രിയിലും ഈ കോട്ടക്കുന്ന് പ്രദേശത്ത് പുലി സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് നേരത്തെ പുലി ഇറങ്ങിയ അതേ പോൾ മാത്യൂസിന്റെ കോഴിക്കോടിന്റെ സമീപത്ത് തന്നെയാണ് 4ാം തവണയും പുലി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഈ സുൽത്താൻ ബത്തേരിയുടെ ഒത്ത നഗരത്തിലാണ്, നഗരമധ്യത്തിൽ തന്നെയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധവുമായി കൗൺസിലർമാരടക്കം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അവർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. TK രമേശ് നഗരസഭാ ചെയർമാൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മാത്രമല്ല CPIM-ഉം UDF പ്രവർത്തകരും സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി ഈ ഓഫീസിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒടുവിലാണ് ഇപ്പോൾ കൂട് വെക്കാൻ തീരുമാനം ആയിട്ടുള്ളത്. എന്തായാലും കൂട് വെച്ചാൽ പുലി പിടിയിലാകുമെന്നുള്ള പ്രതീക്ഷയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. അല്ലാത്ത പക്ഷം അത് വലിയ രീതിയിലുള്ള ആശങ്കയായി തുടരും. ഇവിടെ മാത്രമല്ല, നേരത്തെ ഈ മരക്കടവും കബനിഗിരി പ്രദേശത്തും ഇന്നലെ പുലി ഇറങ്ങിയ ഒരു സാഹചര്യം ഉണ്ട്. പള്ളിപ്പുറത്ത് സ്റ്റീഫന്റെ വളർത്തുനായയാണ് പിടികൂടാൻ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഈ നായയുടെ കുര കേട്ടാണ് ആളുകൾ പുറത്തിറങ്ങിയത്. ഈ അടുത്തുള്ള ജോയിയുടെ വീട്ടിലെ CCTV-യിൽ ഈ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. റേഞ്ച് ഓഫീസർ, പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള നിജേഷും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KU സുരേന്ദ്രൻ തുടങ്ങിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മേഖലയിൽ പരിശോധന നടത്തിയത്. പുലി എന്ന സ്ഥിരീകരണമുണ്ട്. അതിനാൽ തന്നെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് നിരീക്ഷിക്കുകയാണ് വനംവകുപ്പ്. ഉന്മേഷ്, ഇപ്പോൾ സുർജിത്ത്, കഴിഞ്ഞ ദിവസം ആ പുലി ഇറങ്ങിയതിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നതാണ്. അത് പകൽ സമയത്താണ്. അപ്പോൾ അവിടെ ഒരു പരിശോധനയും വനംവകുപ്പ് ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണോ സുർജിത്ത്? നേരത്തെ, അതായത് ആദ്യം ഈ പുലിയുടെ സാന്നിധ്യം ഈ കോട്ടക്കുന്ന് സ്വദേശിയായിട്ടുള്ള കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ മാത്യുവിൻ്റെ വീട്ടിൽ ഈ പുലി എത്തുന്നത് 9-ാം തീയതിയാണ്. 9-ാം തീയതി ഈ വീടിൻ്റെ തൊട്ട് പിറകിലുള്ള കോഴിക്കൂട്ടിൽ നിന്ന് 2 കോഴികളെ പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം 5 ദിവസത്തെ ഇടവേള. അതിനുശേഷം 13-ാം തീയതി വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ 7 കോഴികളെ, 2 കരിങ്കോഴികളും ഹൈബ്രിഡ് കോഴികളും ഉൾപ്പെടെയുള്ളവയാണ് കടിച്ച് കൊണ്ടുപോയത്. ഇതിൻ്റെ ജഡം പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൂവലടക്കം പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം പിന്നെ ഉണ്ടാകുന്നത് 13-ന് ശേഷം 18-ാം തീയതിയാണ്. അതായത് തുടർച്ചയായി 5 ദിവസത്തെ ഇടവേളകളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇന്നലെ രാത്രിയിലും, അതായത് ഇന്നലെ തന്നെ നമ്മൾ ആ പ്രദേശത്ത് പോയപ്പോൾ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എത്രയും വേഗം കൂട് സ്ഥാപിക്കണം. അതായത് ആ പ്രദേശത്ത് തന്നെ ധാരാളം തോട്ടങ്ങൾ ഉൾപ്പെടെ ഉള്ളവ കാട് പിടിച്ച നിലയിലുണ്ട്. അതാണ് ഇതിനെ ബാധിക്കുന്നത്. അതാണ് ഇതിൽ പ്രതിസന്ധിയായി മാറുന്നത്. പുലിക്ക് പകൽ സമയത്ത് ഒളിക്കാനുള്ള താവളമാവുന്നത് ഇത്തരത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന തോട്ടങ്ങളാണ്, വിജനമായ പ്രദേശങ്ങളാണ്. രാത്രിയിൽ വീണ്ടും കോട്ടക്കുന്ന് എന്ന് പറയുന്നത് ബത്തേരിയിൽ നിന്ന് മൈസൂരുവിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയുടെ ഓരത്ത് തന്നെയാണ് ഈ സംഭവം ഉള്ളതെന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ പുലർച്ചെ 3:45 വീണ്ടും ഈ കൂടിനടുത്തേക്ക് പുലി എത്തുകയാണ്. വീടിനോട് ചേർന്ന് CCTV സ്ഥാപിച്ചിട്ടുണ്ട്. CCTV-യിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ പുലി അവിടെ വട്ടം കറങ്ങുന്ന, കോഴികളെ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് വട്ടം കറങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് CCTV-യിൽ കൃത്യമായ രീതിയിൽ തന്നെ ഉള്ളത്. അതായത് അതിനടുത്ത് തന്നെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് അനുമാനിക്കുന്നത്. ഇതാണ് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കൗൺസിലർമാരെ അടക്കം രംഗത്തിറക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. നഗരസഭ
നഗരസഭാ ചെയർമാൻ ടി കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധം ഇന്ന് ഉടലെടുത്തു. മാത്രമല്ല ഇതിനകത്ത് അതായത് വനംവകുപ്പ് ഓഫീസിന്റെ ഉള്ളിൽ UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇതിനൊപ്പം തന്നെ ഈ സമരം നടക്കുന്ന ഘട്ടത്തിൽ, അതായത് ഉപരോധം അടക്കമുള്ള സമരം നടക്കുന്ന ഘട്ടത്തിൽ CPIM പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വനംവകുപ്പ് ഓഫീസിനകത്താണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടന്നത്. പ്രധാനപ്പെട്ട ആ ഉദ്യോഗസ്ഥരാരും തന്നെ, അതായത് വൈൽഡ് ലൈഫ് വാർഡനോ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡനോ ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥരാരും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല RRTയുടെ കുറവ് വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഓപ്പറേഷനെല്ലാം തന്നെ പോകുന്നത് ഈ ബത്തേരിയിലെ RRT സംഘമാണ്. അതായത് വനംവകുപ്പിലെ തന്നെ മികച്ച RRT സംഘങ്ങളിൽ ഒന്നാണ് ഈ ബത്തേരിയിലേത്. അതുകൊണ്ട് തന്നെ ആ സംഘമാണ് എല്ലായിടത്തേക്കും പോകുന്നത്. ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്ന കടുവ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട നരഭോജി കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷന്റെ ഭാഗമാണ് ഈ വയനാട്ടിൽ നിന്നുള്ള സംഘം. അതുകൊണ്ട് തന്നെ RRT അംഗങ്ങളുടെ കുറവ് വലിയ രീതിയിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം തന്നെ ഈ കൂടുവയ്ക്കുന്ന നടപടി വൈകിക്കുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപവും പരാതികളും ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിന്റെ ഒടുവിലാണ് ഇപ്പോൾ കൂടുവയ്ക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. ഉന്മേഷ്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബത്തേരിയിലാണിപ്പോൾ പുലിപ്പേടി നിലനിൽക്കുന്നത്.